ചിത്രത്തിന്റെ തുടക്കത്തിൽ റിക്ക് എന്ന പയ്യൻ സ്കൂൾ ബസ് മിസ്സായിട്ട് ബസ്സിന് പിറകെ ഓടിക്കൊണ്ടിരിക്കുവാണ്. ഡ്രൈവർ അവനെ കണ്ട് ബസ് നിർത്തിയതും ആദ്യം അവൻ വന്ന് ബസിന്റെ കണ്ണാടിയിലിടിക്കും, ശേഷം സ്റ്റോപ്പ് സിഗ്നലിൽ ഇടിക്കും, അതും കഴിഞ്ഞ് ബസിന്റെ വാതിലിൽ ഇടിക്കും. അങ്ങനെ റിക്ക് അന്നത്തെ ദിവസം ബസ്സിലോട്ട് കയറുവാണ്. അവന് പക്ഷെ അവന്റെ ഫ്രണ്ട്സ് ആരും തന്നെ കൂടെ ഇരുത്താനായി തയ്യാറാവുന്നില്ല. അവന്റെ ഉറ്റ സുഹൃത്തായ ബാരി അവന്റെ അടുത്ത് പോയിട്ട് നമ്മുടെ റിക്ക് ഇരിക്കുന്നുണ്ട്. റിക്കിന് അവന്റെ ക്ലാസ്സിൽ തന്നെയുള്ള ജിൽ എന്ന പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. പക്ഷെ ജില്ലിന് ഓൾറെഡി ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അവന്റെ പേര് ലാൻസ് എന്നാണ്. അതുകൊണ്ട് ജിൽ കാര്യമായിട്ട് റിക്കിനെ മൈൻഡ് ഒന്നും ചെയ്യാറില്ല. പക്ഷെ റിക്ക് എപ്പോഴും അവളെ വളയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. ഇത് കണ്ടുകൊണ്ട് നിന്ന് ബാരി, നിനക്ക് വേറെ പണിയൊന്നുമില്ലടാ, ചുമ്മാ സമയം കളയാനായിട്ട് എന്ന് പറയുവാണ്. ഇന്ന് അവരുടെ സ്കൂളിൽ നിന്ന് ഒരു എക്സിബിഷൻ ആയിട്ട് ഒരു സയൻസ് ലാബിലോട്ട് പോയിട്ടുണ്ട്. അവിടെ നിന്ന് ജിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടപ്പോൾ റിക്ക് അവളുടെ അടുത്ത് പോയി. അവളെ ഇംപ്രസ് ചെയ്യിപ്പിക്കാനായിട്ട് കയ്യിലെ ക്യാമറ വെച്ച് അവളുടെ അടുത്തുണ്ടായിരുന്ന പ്രാവിനെ ഫോട്ടോ എടുക്കുവാണ്. പക്ഷെ ഫ്ലാഷ് അടിച്ചതും ആ പ്രാവ് പെട്ടെന്ന് കത്തിപ്പിടിച്ചു. ആ കത്തിയത് ആരും അറിയാതിരിക്കാൻ കാലിൽ തട്ടി അവൻ നേരെ ഇടുന്നത് നമ്മുടെ ലാൻസിന്റെ മുതുകത്തോട്ടാണ്. ലാൻസ് അത് കണ്ട് ഇവനെ ഇടിക്കാൻ വന്നപ്പോഴേക്ക് ജില്ല് നടുക്ക് കയറിയിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ എന്ന് പറയുന്നുണ്ട്. ഈ ലാൻസിന്റെ അങ്കിളാണ് ഈ ഒരു സയൻസ് ലാബിന്റെ CEO ആയിട്ടുള്ള ലൂ. ഈ സമയത്ത് നമ്മുടെ റിക്കിനെ കണ്ട ലൂ ആണെങ്കിൽ പെട്ടെന്ന് അവന്റെ അച്ഛനെ ഈ പുള്ളിക്കാരൻ അറിയായിരുന്നു. എങ്ങനെയുണ്ട് മക്കളെ, അച്ഛന് സുഖമൊക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അച്ഛനും അമ്മയും റിക്കിന്റെ മരിച്ചു പോയതാണ്. പിന്നെ ലൂവിന് എപ്പോഴും ചുമയും ബ്ലീഡിങ്ങും അങ്ങനെ ഒരു അസുഖവും നമ്മുടെ റിക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് നമ്മുടെ റിക്ക് ചളിയിലോട്ട് വീഴുന്നത്. ചളിയിലോട്ട് വീണപ്പോൾ മൃഗങ്ങളെ മെയ്റ്റ് ചെയ്യിപ്പിക്കാൻ ആകർഷണത്തിനായി വച്ചിരിക്കുന്ന ഒരു പ്രത്യേക ലിക്വിഡ് അവൻ ദേഹത്തോട്ടാക്കുന്നുണ്ട്. ഈ സമയത്ത് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് തുമ്പികളെ നമ്മൾ കാണുന്നുണ്ട്. ഈ തുമ്പിയിൽ ഒരെണ്ണം വന്ന് നമ്മുടെ റിക്കിനെ കടിക്കുകയാണ്. ശേഷം അവൻ വീട്ടിലോട്ട് എത്തിയപ്പോഴേക്ക് ഈ തുമ്പി കടിച്ച ഭാഗത്ത് ഭയങ്കരമായിട്ട് വീർത്ത് വരുന്നുണ്ടായിരുന്നു. ഇവൻ അമ്മാവന്റെയും അമ്മായിയുടെയും കൂടെയാണ് താമസം. അമ്മാവൻ നമ്മുടെ റിക്കിന്റെ വിചിത്രമായ പെരുമാറ്റം കണ്ട് അവന്റെ അടുത്തോട്ട് വന്ന്, മോനെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഈ പ്രായത്തിലൊക്കെ ചിലർക്ക് ഇങ്ങനത്തെ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ശരിക്കും റിക്കിന് ആ തുമ്പി കടിച്ചതിന്റെ പ്രശ്നമായിരുന്നു കേട്ടോ. ഈ സമയത്ത് ലൂവിനൊരു അസുഖം ഉള്ളത് നമ്മൾ കണ്ടതാണല്ലോ. അപ്പൊ പുള്ളിയുടെ അസുഖം മാറ്റാനായിട്ട് കമ്പനിയിൽ തന്നെ DNA ചേഞ്ച് ചെയ്യുന്ന ഒരു മെഷീൻ ഇവര് കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ പരീക്ഷണത്തിന് വേണ്ടി ലൂ കയറി ഇരിക്കുവാണ്. ഈ പരീക്ഷണം സക്സസ് ആയോ എന്നറിയില്ല, പക്ഷെ ലൂവിനൊരു പവർ കിട്ടിയിട്ടുണ്ട്. പുള്ളി ആരെ തൊട്ട് കഴിഞ്ഞാലും അവരുടെ പവർ മുഴുവൻ ഇവനിലേക്ക് ട്രാൻസ്ഫർ ആവും. അങ്ങനെ ഇവന് ഒരുപാട് വർഷം ജീവിക്കാനൊക്കെ സാധിക്കും. 5-6 ദിവസത്തിന് ശേഷമാണ് നമ്മുടെ റിക്ക് ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത്. അങ്ങനെ അവൻ എഴുന്നേറ്റ് പാട് തന്നെ ഗൂഗിളിൽ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട്, തുമ്പി കടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യമൊക്കെ. പെട്ടെന്നാണ് പ്രൊഫസർ എക്സ് എന്ന് പറയുന്ന ഒരാൾ ഇവന് മെസ്സേജ് അയക്കുന്നത്. നീ എന്താണ് തിരയുന്നത്, അതിനെക്കുറിച്ച് എനിക്കറിയാം, നീ എൻ്റെ അടുത്തോട്ട് വരൂ എന്നായിരുന്നു ആ മെസ്സേജ്. പക്ഷെ അവൻ അധികം മൈൻഡ് ഒന്നും ചെയ്തില്ല. പിന്നീട് അവൻ അവന്റെ അച്ഛന്റെ ഒരു മോതിരം അവനെടുത്ത് കയ്യിലിടുന്നുണ്ട്. ശേഷം അച്ഛനെ അവൻ മിസ് ചെയ്യുന്നു. അതിങ്ങനെ ഓർത്തോണ്ടിരിക്കുകയാണ്. അന്ന് അവന്റെ സ്കൂളിൽ ഒരു സയൻസ് ഫെയർ നടക്കുന്നുണ്ട്. അപ്പൊ അന്ന് ഗസ്റ്റ് ആയിട്ട് വരുന്നത് പ്രശസ്ത സയന്റിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്സ് ആയിരുന്നു. അപ്പൊ പുള്ളി പറയാണ്, എനിക്ക് ഇങ്ങനെ ഒരു വികലാംഗത്വം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നല്ലൊരു സയന്റിസ്റ്റ് ആയി മാറിയത്. പുള്ളി അങ്ങനെ പ്രസംഗിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെയും നമ്മുടെ റിക്ക ജില്ലിനെ നോക്കിക്കൊണ്ടായിരുന്നു നടന്നിരുന്നത്. പെട്ടെന്നാണ് ജില്ലിന്റെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ലാൻസിന്റെ അടുത്ത് പോയിട്ട് അവൻ കൂട്ടിമുട്ടുന്നത്. നിനക്ക് ഇത് തന്നെടാ പണി എന്ന് ലാൻസ് ചോദിക്കുവാണ്. ശേഷം അവൻ വെള്ളം കുടിക്കാൻ പോവാണ്. അപ്പോൾ ആ വെള്ളം വെച്ചിരിക്കുന്ന ആ വാഷ് സ്പേസ് ഉണ്ടല്ലോ, അവിടെ അവന്റെ കൈ ഇങ്ങനെ ഒട്ടിയിരിക്കുന്നുണ്ട്. നോക്കുമ്പോൾ സ്പൈഡർമാന്റെ പോലെ അവന്റെ കയ്യിൽ ഗ്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അവൻ കൈ എടുക്കാൻ നോക്കുമ്പോൾ ആ വാഷ് സ്പേസ് തന്നെ ഒന്നാകെ ഇളകി പറഞ്ഞ് അവന്റെ കയ്യിലോട്ട് വന്ന് അതവൻ നേരെ വെച്ച് ഇങ്ങനെ ആക്കിയതും ലാൻസിന്റെ മുതുകത്തോട്ട് ഇരിക്കുകയാണ്. അവർ തമ്മിൽ പ്രശ്നത്തിനിടയിൽ നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ഇവർ പോയി തട്ടിയിട്ട് പുള്ളിയുടെ തല ഒരു തേനീച്ചക്കൂടിനകത്ത് പോയി പെടുന്നുണ്ട്. സയൻസ് ഫെയർ മുഴുവനായിട്ട് കൊളമായി പോവാണ്. തിരിച്ചു വരുമ്പോൾ റിക്കിനൊരു ആഗ്രഹം, അവന് ചുമരിലോ മറ്റോ പിടിച്ചു കയറാൻ പറ്റുമോ, അവനത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്താണ് തൊട്ടപ്പുറത്ത് റോഡ് ക്രോസ് ചെയ്യുന്ന മന്ദമായിട്ട് റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അമ്മാമ്മയെ കാണുന്നത്. ആ അമ്മാമ്മയുടെ അടുത്തേക്ക് റിക്ക് ഓടി ചെല്ലുകയാണ്. എന്നിട്ട് അവരെ ഈ റോട്ടിൽ നിന്ന് തട്ടിയിടുകയാണ്. ശരിക്കും ടാറ്റ പഞ്ചിനെ മറ്റൊരു വണ്ടി വന്നിടിച്ച എങ്ങനെയിരിക്കും, അതുപോലെ നമ്മുടെ റിക്കിന് പ്രശ്നമൊന്നുമില്ല. ആ ഇടിച്ച വണ്ടി മുഴുവൻ പണിയായിട്ടുണ്ട്. നോക്കുമ്പോൾ അവൻ തട്ടിയിട്ട അമ്മാമ്മ ഏതോ ഒരു മെഷീനകത്ത് പെട്ടുപോയിരിക്കുവാണ്. എങ്ങനെ നോക്കിയാലും അബദ്ധം മാത്രമേ ഉള്ളൂ. അങ്ങനെ റിക്ക് വീട്ടിലേക്ക് എത്തിയപ്പോൾ ബാരിയും അവന്റെ അങ്കിളും കൂടി എന്തോ ഷെൽഫ് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
ഇവരുടെ കയ്യിൽ നിന്ന് എന്തോ തെറിച്ചു പോയപ്പോൾ റിക്ക് പെട്ടെന്ന് അത് ക്യാച്ച് പിടിച്ചു. ഇതെങ്ങനെയാടാ നിനക്ക് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അങ്കിളെ എനിക്ക് സൂപ്പർ പവർ കിട്ടിയിട്ടുണ്ടെന്ന് റിക്ക് പറയാണ്. ഉടനെ അങ്കിള് തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ച് അവനെ കുത്താൻ നോക്കി. പക്ഷേ ആ കത്തി വളഞ്ഞുപോയി. ഇത് കണ്ട് അങ്കിളും ബാരിയും ഒരുമിച്ച് ശരിയാണല്ലോ, നിനക്ക് സൂപ്പർ പവർ കിട്ടിയിട്ടുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. ഭക്ഷണമൊക്കെ കഴിച്ച റിക്ക് പുറത്തോട്ട് വന്നു. അവന്റെ അയൽവാസി കൂടിയാണ് ജിൽ. അമ്മയോടും അച്ഛനോടും വഴക്കിട്ട് ജില്ലും പുറത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഞാൻ എന്റെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഇപ്പൊ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോവാണ്, നീ എന്നാടാ എന്നെ അതുപോലെ ഒന്ന് കൊണ്ടുപോവാ എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ നമ്മുടെ റിക്കിന് ഒരു പാട്ടപ്പൊളി സൈക്കിളേ ഉണ്ടായിരുന്നുള്ളൂ, അവന് കാറൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് കേട്ടപ്പോൾ തന്നെ ആ സൈക്കിള് പൊടിഞ്ഞ് താഴെ വീഴുന്നുണ്ട്. ശേഷം ജിൽ ഇവിടെ നിന്ന് പോവാണ്. അടുത്തതായിട്ട് നമ്മുടെ റിക്കിന്റെ ലക്ഷ്യം ഒരു കാർ എങ്ങനെയെങ്കിലും വാങ്ങണം. തന്റെ കയ്യിലെ ബഡ്ജറ്റ് വെച്ചിട്ട് കാറ് കിട്ടുമെന്ന് അവൻ ചെക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഈ പ്രൊഫസർ എക്സ് അവനെ കാണണം എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ മെയിൽ അയച്ചിട്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു കാർ ലോണിന്റെ പരസ്യം കാണുകയാണ് റിക്ക്. ശേഷം പിറ്റേന്ന് തന്നെ ആന്റിയെയും അങ്കിളിനെയും കൂട്ടി അവൻ കാർ ലോൺ എടുക്കാൻ പോകും. ആ ബാങ്കിൽ കൊള്ളക്കാർക്കും പിച്ചക്കാർക്കും ഒക്കെ തന്നെ ഈ ലോൺ കൊടുക്കും, പക്ഷെ ഇവർക്കൊന്നും കൊടുക്കില്ല. അങ്ങനെ റിക്ക് അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് നമ്മുടെ അങ്കിള് പുറത്ത് നിന്നിരുന്നു പുള്ളിയെ ആരോ ഇടിച്ചു വീഴ്ത്തിയതായിട്ട് കാണുന്നത്. പുള്ളി അങ്ങനെ ശരിക്കും മരിക്കാൻ കിടക്കുമ്പോൾ ആൾക്കാർ പറയില്ലേ മോനെ അവരെയൊക്കെ നല്ലപോലെ നോക്കണം അങ്ങനെയൊക്കെ പറയത്തില്ലേ, അതുപോലെ തന്നെ അങ്കിൾ എന്തൊക്കെയോ നമ്മുടെ റിക്കിനോട് പറയുന്നുണ്ട്. പക്ഷെ അങ്കിൾ മരിച്ചൊന്നും പോയില്ല, പുള്ളി കോമ സ്റ്റേജിലോട്ട് വന്നിരിക്കുകയാണ്. പിന്നെ നമ്മൾ ലൂവിനെയാണ് കാണുന്നത്. ലൂവിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എനർജി കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എനർജി കുറയുമ്പോൾ പുള്ളിക്കാരൻ ആരെയെങ്കിലും പിടിച്ച് അവരുടെ പവർ മുഴുവൻ ഊറ്റിയെടുക്കും. അതോടെ അയാൾ ഡെഡായി പോകട്ടോ. അങ്ങനെയാണ് പുള്ളി ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റിക്കിനെ നോക്കുകയാണെങ്കിൽ റിക്കിന് എങ്ങനെയെങ്കിലും ഒരു ജോലി സംഘടിപ്പിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രൊഫസർ എക്സ് പുള്ളി എന്താ പറയുന്നതെന്ന് അറിയണമല്ലോ. അങ്ങനെ പുള്ളിയുടെ അടുത്തേക്ക് പോവാണ്. അപ്പൊ പുള്ളി ഒരു യൂണിവേഴ്സിറ്റിയിലേക്കാണ് റിക്കിനെ കൊണ്ടുപോകുന്നത്. ഇവനെ പോലെ സൂപ്പർ പവർ ഉള്ള ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. പുള്ളി ശരിക്കും ഒരു മലമ്പൂതൊക്കെ ഇരിക്കുന്ന കണക്കാട്ടോ. നമ്മുടെ ഈ യൂറോപ്യൻ ക്ലോസറ്റിന്റെ മുകളിലായിട്ടാണ് ഇരിക്കുന്നത്. പുള്ളിയുടെ ഭാര്യയും ഇത്തരത്തിൽ വീൽ ചെയറിലാണ്. അവർക്കൊരു കുഞ്ഞുണ്ട്, ഒരു പാവക്കുഞ്ഞ്, അതും ഒരു വീൽ ചെയറിലായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഭാര്യ അന്നേരം ഈ കുഞ്ഞിനെ കൊണ്ട് ടെലികൈനസിസ് ചെയ്തിട്ട് ഈ ഒരു പ്രൊഫസർ എക്സിനെ ഇവിടെ നിന്ന് പറത്തുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിട്ടാണ് ആ പുള്ളിക്കാരൻ നമ്മുടെ റിക്കിനോട് സംസാരിക്കുന്നത്. നീ വന്നിരിക്കുന്നത് ഒരു യൂണിവേഴ്സിറ്റിയിലേക്കല്ലേ, അതും ഒരു സൂപ്പർ ഹീറോസിന്റെ യൂണിവേഴ്സിറ്റി. ഇവിടേക്ക് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് നിനക്കൊരു സൂപ്പർ സ്യൂട്ടെങ്കിലും വേണ്ടടോ എന്ന് ചോദിക്കുകയാണ്. റിക്ക് അങ്ങനെ സ്വയം അവനെ എന്തായാലും തുമ്പിയാണല്ലോ കടിച്ചത്, അപ്പോൾ ഒരു തുമ്പിമാന്റെ ഡ്രസ്സ് തന്നെ തയ്പ്പിച്ച് അത് റെഡിയാക്കിയിട്ട് അത് ഇട്ടിട്ടൊക്കെ ഒന്ന് പാകം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ടെറസിന് പുറത്താണ് ഇരിക്കുന്നത്. അപ്പൊ അന്നേരം അവിടേക്ക് മറ്റൊരു സൂപ്പർ ഹീറോ വന്നിട്ട് ഇത് എന്റെ സ്ഥലമാണ്, നീ എന്തിനാ ഇങ്ങോട്ട് കടന്നു വന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശേഷം അവരവിടെ വെച്ച് പരിചയപ്പെടുന്നതാണ് കാണുന്നത്. പിന്നീട് നമ്മുടെ റിക്ക് അവന് ഒരു തൊഴിൽ വേണം, കാരണം ഇപ്പൊ അങ്കിള് കോമ സ്റ്റേജിൽ കിടക്കുവാണ്. അപ്പോൾ വീട് നോക്കാൻ വേണ്ടി ഒരു തൊഴിൽ വേണമല്ലോ. ആ തൊഴിലിന് വേണ്ടിയിട്ട് അവന് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ക്രേസാ. അങ്ങനെ ഒരു പത്രത്തിന്റെ ഇതിൽ പോയിട്ട് ഓഫീസിൽ പോയിട്ട് അവൻ സംസാരിക്കുകയാണ്. പക്ഷെ അവന് ജോലിയൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇതേ സമയത്ത് സെറീലിയം എന്ന് പേരുള്ള ഒരു പ്രത്യേക എലമെന്റ് ഉണ്ട്. ആ എലമെന്റിന് ഹൈ പവർ ആണ്. ഈ ഹൈ പവറുള്ള സെറീലിയം മോഷ്ടിക്കാനായിട്ട് ഹവർ ഗ്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ CEO പുള്ളിക്കാരൻ സ്യൂട്ടിൽ വന്നതാണ് കേട്ടോ. അങ്ങനെ ഹവർ ഗ്ലാസ് ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്തോട്ട് വരുന്നുണ്ട്. ഇത് കണ്ട നമ്മുടെ റിക്ക് എന്തായാലും അവന് സൂപ്പർ പവർ ഉണ്ട്, അപ്പൊ അത് നല്ല കാര്യത്തിന് ഉപയോഗിക്കാമെന്നും പറഞ്ഞിട്ട് ഹവർ ഗ്ലാസിനെ തടയാനായിട്ട് അവിടേക്ക് പോവാണ്. ഇവിടെ വെച്ചിട്ടാണ് സൂപ്പർ സ്യൂട്ടിലെ നമ്മുടെ ഡ്രാഗൺ ഫ്ലൈ അല്ലെങ്കിൽ തുമ്പിമാനെ എല്ലാവരും കാണുന്നത്. ജില്ലിന് അവനെ കണ്ടപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അന്ന് രാത്രിയില് ജില്ല് ഏതോ ഒരു മൂവിയുടെ ഓഡീഷന് പോയി വരുമ്പോൾ റിക്ക് അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ശേഷം അവൾക്ക് പൂ കൊടുത്തിട്ട് അവളെ പ്രപ്പോസ് ചെയ്യാനായി തുടങ്ങുമ്പോഴേക്ക് ജില്ലിങ്ങോട് പറഞ്ഞു, എന്റെ പൊന്നാര മോനെ എനിക്ക് നിന്നെ ഇഷ്ടമല്ല, എനിക്ക് ഒരാളെ ഇപ്പൊ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്, അയാൾ മറ്റാരുമല്ല നമ്മുടെ തുമ്പി മനുഷ്യനുണ്ടല്ലോ അവനെയാണെന്ന് പറയാണ്. ജില്ല അങ്ങനെ അവിടെ നിന്ന് നടന്നകന്നു. നോക്കുമ്പോൾ അവിടെ സൈഡിലായിട്ട് നിന്നിരുന്ന കുറച്ച് പയ്യന്മാര്, ആ പയ്യന്മാര് ജില്ലിനെ ചുമ്മാ കളിയാക്കാണ്. ഉടനെ തന്നെ ഈ ഒരു അവസരം പാഴാക്കാതെ നമ്മുടെ റിക്ക് ഈ ഒരു തുമ്പിമാൻ ആയിട്ട് മാറിയിട്ട് ജില്ലിന്റെ മുന്നിൽ വെച്ച് ആ പയ്യന്മാരെ അടിച്ചിട്ടു. ജില്ലിന് അവരോടുണ്ടായിരുന്ന ആ ഒരു സ്നേഹം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഭയങ്കരമായിട്ട് ഇംപ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു ജില്ലിനെ. ഇപ്പോ ലൂ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കാരൻ ഒരു 43,000 ആൾക്കാരുടെ പവർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി ലൈഫ് ഫുള്ളായിട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും, പുള്ളി അങ്ങനെ മരിക്കത്തൊന്നുമില്ല, ഈ ഒരു രീതി തന്നെ തുടരും, അങ്ങനെയാണ് കാണുന്നത്. ഇപ്പൊ നമ്മുടെ റിക്കിന്റെ വീട്ടില് ജില്ലിനെയും അതുപോലെ ജില്ലിന്റെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ലാൻസിനെയും ആ ലാൻസിന്റെ അങ്കിളിനെയും എല്ലാവരെയും നമ്മുടെ റിക്ക് അവിടേക്ക് വിരുന്നിനായി ക്ഷണിച്ചിരിക്കുകയാണ്. ജില്ലിനെ ഒന്ന് ഇംപ്രസ് ചെയ്യണം, അതാണ് അവന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. അങ്ങനെ ലാൻസും അവന്റെ അങ്കിളായിട്ടുള്ള ലൂവും അവിടേക്ക് വരികയാണ്. റിക്ക് ആ സമയത്താണ് വീട്ടിലേക്ക് വരുന്നത്. റിക്ക് ഈ സൂപ്പർ സ്യൂട്ട് ഒക്കെ ഇട്ട് വരുമ്പോൾ ഈ ഒരു സ്യൂട്ട് അറിയാതെ നമ്മുടെ ലൂ കാണുകയാണ്.
ലൂ അങ്ങനെ റിക്കിന്റെ മുറിയിലോട്ട് വന്നിട്ട് ഇവിടെ ആ ഡ്രാഗൺ ഫ്ലൈ മാൻ ഉണ്ടോ, നമുക്ക് ഡ്രാഗൺ ഫ്ലൈ മാൻ എന്ന് വിളിക്കണ്ട അല്ലെ, തുമ്പി മനുഷ്യൻ എന്ന് വിളിക്കാം. അപ്പൊ തുമ്പി മനുഷ്യൻ ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. റിക്ക് എങ്ങനെയൊക്കെയോ അവൻ അറിയാതെ അവിടെയും ഇവിടെയും ഒക്കെ ഒളിച്ചു നിന്ന് കേച്ചിലാവുന്നതാണ്. ശേഷം ഇവിടെ ഒന്നും കാണാഞ്ഞ് നമ്മുടെ ലൂ താഴേക്ക് തന്നെ ഇറങ്ങി പോകുന്നുണ്ട്. അപ്പൊ അവൻ താഴെ ഇറങ്ങി പോകുമ്പോൾ റിക്ക് അവിടെ ഓൾറെഡി ഇരിക്കുന്നുണ്ടായിരുന്നു. റിക്കിന്റെ കയ്യിലാണെങ്കിൽ മുറിവൊക്കെ പറ്റിയിട്ടുണ്ട്. ഇത് കണ്ട ലൂവിന് ചെറിയൊരു സംശയം തോന്നുകയാണ്. ഇനി ആ തുമ്പി മനുഷ്യൻ ഈ റിക്ക് തന്നെയാണോ? അവനത് അറിയാൻ വേണ്ടി കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. പെട്ടെന്ന് ലൂവിന് മനസ്സിലായി അത് അവൻ തന്നെയാണെന്ന്. ഉടനെ നമ്മുടെ ലൂ എന്നാ ശരി, എനിക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോവാണ്. അവന്റെ പിറകെ ലാൻസും പോകുന്നുണ്ട്. ശേഷം നമ്മുടെ റിക്കും ജില്ലും കൂടിയിരുന്ന ഒരു തുമ്പി മനുഷ്യനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ജില്ല് റിക്കിനോടും പറയാണ് പുള്ളിയെ കാണുകയാണെങ്കിൽ എനിക്കൊന്ന് പ്രപ്പോസ് ചെയ്യണമായിരുന്നു എന്നൊക്കെ പറയാണ്. അപ്പോഴാണ് നമ്മുടെ ലൂ ഹവർ ഗ്ലാസ് ആയിട്ട് അവിടേക്ക് കയറി വരുന്നത്. എന്നിട്ട് നമ്മുടെ റിക്കിനോട് നീ എന്റെ വഴിയിൽ തടസ്സം നിന്ന് കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഇവിടെ ഇട്ട് കത്തിക്കോ എന്നൊക്കെ പറയാണ്. ശേഷം അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ആന്റി ഉണ്ടല്ലോ, ആന്റിയുടെ പവർ കൂടി ഈ ഒരു ഹവർ ഗ്ലാസ് ഊറ്റിയെടുത്ത് ഇവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ആന്റി തട്ടിപ്പോയ കാര്യം ഇപ്പൊ അങ്കിളിനോട് പറയണ്ടെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. എന്നിട്ട് ഈ പുള്ളിക്കാരൻ തന്നെ പോയിട്ട് കോമ സ്റ്റേജിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഉണർന്ന അങ്കിളിനോട് കാര്യം പറയാണ്. അങ്ങനെ ഫ്യൂണറൽ ഫംഗ്ഷന് ഈ അങ്കിളും കൂടെ വരുന്നുണ്ട്. പുള്ളിക്കാരൻ സങ്കടം സഹിക്കാൻ വയ്യാതെ ആന്റിയുടെ കോഫിനിൽ പോയിട്ട് മലർന്നടിച്ച് വീണ് ഞാനും നിന്റെ കൂടെ തന്നെ വരുവാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് മറ്റേ കുറച്ച് ആൾക്കാർ ഒന്ന് പറയുന്നത് അത് നിങ്ങളുടെ ഭാര്യയുടെ കോഫിനല്ല, ഇത് ഞങ്ങളുടെ ആൾക്കാരുടെ കോഫിൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഒറിജിനൽ ആയിട്ട് ആന്റിയുടെ കോഫിനിലേക്ക് തട്ടിത്തടഞ്ഞ അങ്കിള് വീണപ്പോ പുള്ളിക്കാരിയുടെ ബോഡി താഴെ വീണ് അത് കത്തിപ്പോവാണ്. ആകെ മൊത്തം പ്രശ്നമായിട്ടുള്ള ഒരു ഫ്യൂണറൽ ആയിരുന്നു അത്. പിന്നീട് നമ്മുടെ റിക്ക് കുറച്ച് നാളത്തേക്ക് ഭയങ്കര ഡിപ്രഷൻ ആയിരുന്നു. കാരണം ഒരു നല്ല ലൈഫായിരുന്നു അവൻ ഉണ്ടായിരുന്നത്, അതിപ്പോ ഇല്ലല്ലോ. ഇവനിങ്ങനെ ഡിപ്രഷൻ അടിച്ചിരിക്കുമ്പോൾ നമ്മുടെ അങ്കിളും ഭാര്യയും അവിടേക്ക് വന്ന് നിനക്ക് എന്തായാലും സൂപ്പർ ഹീറോ പവർ ഉണ്ട്, അപ്പൊ നീ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കുക, എല്ലാവരെയും നല്ല രീതിയിൽ സംരക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴായിരുന്നു അവൻ ഒരു ന്യൂസ് കാണുന്നത്. നേരത്തെ അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ സെറീലിയം എടുക്കാൻ വേണ്ടി ഹവർ ഗ്ലാസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാല് സെറീലിയം നല്ല ഹൈ എനർജിയാണ്. ഈ ഹവർ ഗ്ലാസ് ഒരുപാട് പേരെ ഇല്ലാതാക്കിയിട്ട് ആ എനർജി ഊറ്റുന്നതിനേക്കാളും അവന് ഈ ഒരു സാധനം കയ്യിൽ കിട്ടിയിട്ട് അതിലെ ഫുൾ എനർജി എടുത്തു കഴിഞ്ഞാൽ അവനധികം പണിയില്ല. അപ്പം എംപയർ യൂണിവേഴ്സിറ്റിയിൽ സൂക്ഷിച്ചിരിക്കുന്ന സെറീലിയം എടുക്കാൻ വേണ്ടി ഹവർ ഗ്ലാസ് വന്നിട്ടുണ്ടെന്നായിരുന്നു ന്യൂസ് കണ്ടത്. അവിടേക്ക് എത്തിയ റിക്ക് ലൂ ആണ് ഈ ഒരു അവർ ഗ്ലാസ് എന്ന് തിരിച്ചറിയാതെ ലൂവിനോട് പോയിട്ട് തന്നെയാണ് ആരാണ് ഇവിടെ അവർ ഗ്ലാസ് എന്ന് ചോദിക്കുന്നത്. ലൂ പറഞ്ഞു ദേ അവിടെ കിടക്കുന്ന ആ സ്വാമിജി ഇല്ലേ പുള്ളിക്കാരനാണ് അവർ ഗ്ലാസ് എന്ന് പറഞ്ഞതും റിക്ക് പോയിട്ട് ആ പുള്ളിയെ ഭയങ്കര ഇടി. ആ ഒരു തക്കത്തിന് ലൂ ഹവർ ഗ്ലാസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ റിക്കും പെട്ടെന്ന് ആ ഒരു തുമ്പി മനുഷ്യനായിട്ട് മാറുന്നുണ്ട്. ശേഷം ഇവർ തമ്മിലുള്ള ഫൈറ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് നമ്മുടെ റിക്കിനേക്കാൾ പവർ നമ്മുടെ അവർ ഗ്ലാസ് കാണിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ റിക്കിന്റെയും അവർ ഗ്ലാസിന്റെയും ഫൈറ്റിനിടയ്ക്ക് ജില്ല് കയറി വരികയാണ്. ജില്ലിന് പരിക്ക് പറ്റുന്നുണ്ട്. ഈ ഒരു തക്കത്തിന് അവർ ഗ്ലാസ് സെറീലിയത്തിന്റെ അടുത്തേക്ക് എത്തിയിരുന്നു. അപ്പൊ എന്തായാലും എനർജി ആണല്ലോ എടുത്തോണ്ടിരിക്കുന്നത്. ജില്ലിനെ ശുശ്രൂഷിക്കാനായിട്ട് റിക്ക് പോയിട്ട് അതിൽ നിന്ന് കുറച്ച് എനർജി അവളിലേക്ക് എടുത്തു കൊടുക്കുന്നുണ്ട്. 10 സെക്കൻഡ് കൂടി കഴിഞ്ഞാൽ അവർ ഗ്ലാസ് ഇനി ഒരിക്കലും മരിക്കാത്തൊരു രീതിയിലായിട്ട് മാറും. അപ്പൊ അധികം സമയമില്ല, പെട്ടെന്ന് തുമ്പി മനുഷ്യൻ ഒരു എക്സ്പ്ലോഷൻ തന്നെ അവിടെ സെറ്റ് ചെയ്യാണ്. ആ ഒരു എക്സ്പ്ലോഷനിൽ അവർ ഗ്ലാസിന്റെ പണി തീർന്നു. പക്ഷെ നല്ലൊരു സൂപ്പർ സ്യൂട്ട് ആയതുകൊണ്ട് റിക്കിന് പ്രത്യേകിച്ച് പരിക്കൊന്നും പറ്റിയില്ല. ഇവിടെ നിന്നുള്ള ഫോഴ്സിൽ ഈ ബിൽഡിങ്ങിൽ നിന്ന് നമ്മുടെ ജില്ല താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ റിക്കും അവളുടെ കൂടെ ചാടുന്നുണ്ട്. ഈ ഒരു ചാട്ടത്തിനിടയിൽ വെച്ച് നമ്മുടെ റിക്ക് ആരാണെന്നുള്ള കാര്യം, അല്ലെങ്കിൽ തുമ്പി മനുഷ്യൻ റിക്ക് ആണെന്നുള്ള സത്യം ജില്ല് തിരിച്ചറിയാണ്. ജില്ല അവനോട് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് അവിടെ വെച്ച് പറയുമ്പോൾ റിക്കും തുറന്നു പറയാണ് ഞാനും നിന്നോട് ഈ ഒരു പവറിന്റെ കാര്യം പറയാനിരിക്കുമായിരുന്നു, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് അവനും അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യാണ്. ഇത്തരത്തിലെ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് 2008 പുറത്തിറങ്ങിയ സൂപ്പർ ഹീറോ മൂവി എന്ന ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. ഈ സിനിമ മുഴുവൻ കണ്ട നിങ്ങൾക്ക് എന്തായാലും മനസ്സിൽ വരാനായിട്ടുള്ള ഒരു കാര്യം, ഇത് സ്പൈഡർമാന്റെ മൂവിയല്ലേ? അങ്ങനെ തോന്നിയില്ലേ? ഇത് സ്പൈഡർമാന്റെ മൂവി കോപ്പി അടിച്ചിട്ട് അവരങ്ങനെ അബദ്ധത്തിൽ ചെയ്തതൊന്നുമല്ല. ഇതൊരു കോമഡി സ്പൂഫ് ആയിട്ടുള്ള മൂവിയാണ്. ഇതിൽ സ്പൈഡർമാന്റെ കഥ മാത്രമല്ല കേട്ടോ, എക്സ്മാന്റെ കഥയും വരുന്നുണ്ട്. അതായത് സ്പൈഡർമാനിൽ എക്സ്മാൻ ഉണ്ടായിട്ടുള്ള ഒരു കുട്ടി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു മൂവിയാണ്. കോമഡി സ്പൂഫാണ്. അപ്പൊ നമുക്ക് ഒരിക്കലും കോപ്പി അടി എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ശരിക്കും നമ്മുടെ സ്പൈഡർമാനെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ചിലന്തി കടിച്ച് പുള്ളി സ്പൈഡർമാൻ ആയി.
അത് നേരെ തിരിച്ച് ഒരു റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള തുമ്പിയാണ് കടിച്ചതെങ്കിൽ എങ്ങനെ ഇരിക്കും എന്ന് കാണിച്ചു തരുന്ന ഒരു സിനിമയാണിത്. അപ്പോൾ നമുക്ക് ബോറിംഗ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് കുറേയൊക്കെ കഥ അറിയാം അല്ലേ. കാരണം സ്പൈഡർമാൻ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് നമുക്ക് കുറേയൊക്കെ കഥ അറിയാം. ഇവരങ്ങനെ പ്രത്യേകിച്ച് മാറ്റവും കാര്യങ്ങളും ഒന്നും വരുത്താത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ക്യാച്ചിങ് ആയിരിക്കും. അടുത്തത് ഇത് നടക്കും, ഇനി അത് നടക്കും. പക്ഷെ അത് പക്ക ഫുൾ ക്ലിയർ ആയിട്ട് അവതരിപ്പിച്ചത് കൊണ്ട് നമുക്ക് ഇങ്ങനെ തോന്നും, അയ്യ ഇത് ഫുൾ കോപ്പിയാണല്ലോ, ആകെ ബോറാണല്ലോ എന്നൊക്കെ തോന്നും. പക്ഷെ നല്ലൊരു മൂവിയാണല്ലേ. കോമഡി സ്പൂഫ് എന്നൊരു വയസ്സ് വെച്ച് കാണുവാണെങ്കിൽ നല്ലൊരു മൂവി തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. നല്ലൊരു സൂപ്പർ ഹീറോ മൂവിക്ക് തന്നെയാണ്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ലൈക്കുകളുടെ കൗണ്ട് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നമ്മുടെ വീഡിയോയ്ക്കിടയിൽ നിങ്ങൾക്ക് പോരായ്മകൾ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതും, അതുപോലെ നല്ലതായിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതും, അങ്ങനെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം അങ്ങനെ തോന്നില്ലേ, ഇപ്പോൾ അത് ചെയ്യണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു, അങ്ങനത്തെ സജഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ തന്നെ കമന്റ് ബോക്സിലൂടെ നമ്മളോട് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഓരോരോ ഫീഡ്ബാക്ക് കിട്ടുമ്പോഴാണ് നമുക്ക് അത് ബോറായി പോയി, അല്ലെങ്കിൽ ഇത് നന്നായിരുന്നു, അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തായിരുന്നു, അങ്ങനെയൊക്കെ നമുക്ക് തോന്നുള്ളൂ. അങ്ങനെയെങ്കിലാണ് നമ്മുടെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, തുടർന്നും കാണാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ, ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കൂട്ടുകാർ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കാം. കൂടെ തന്നെ ബെല്ലൈക്കണും എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. എന്നാൽ മാത്രമാണ് നമ്മൾ ഇടുന്ന വീഡിയോസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുള്ളൂ. സോ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.